അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ല, ആരെന്നാവോ വാതിലിൽ മുട്ടുന്നത്? ഹഫ്സ ഒന്ന് ഭയന്നു. പഠിച്ചോനെ, അറിയാത്ത ആള്. ഇക്കയാണെങ്കിൽ പള്ളിയിൽ പോയിട്ടുണ്ട്. സൗദാണെങ്കിൽ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു. എൻ്റെ റബ്ബേ, അല്ല, ആരായിരിക്കും? അവൾ ഭയത്തോടു കൂടി അതാ വാതിൽ തുറക്കുവാൻ വേണ്ടി ഒരുങ്ങി. ഇനി അറിയില്ല, റമളാൻ മാസല്ലേ, ആരെങ്കിലും കൈ നീട്ടി വന്നതാണെങ്കിലോ? തൻ്റെ ബാഗിൽ കരുതിയിരുന്ന ആ ഒരു 10 രൂപയുടെ കുറച്ച് നോട്ടുകൾ, അതെ, അത് അന്ന് ഷമ്മാസ് നൽകിയതിൻ്റെ കുറച്ച് ചില്ലറകൾ അവരുടെ ബാഗിൽ സൂക്ഷിച്ചിരുന്നു. കാരണം തൻ്റെ മുന്നിലേക്ക് ആരെങ്കിലും കൈനീട്ടി വന്നു കഴിഞ്ഞാൽ മോളെ ഒരിക്കൽ പോലും അവരെ തിരിച്ചയക്കരുത് എന്ന് തൻ്റെ പിതാവിൻ്റെ ആ ഒരു വാക്കുകൾ ഓർത്തുകൊണ്ട് എപ്പോഴും ബാക്കിയുള്ള തുച്ഛമായ ക്യാഷ് അല്ലെങ്കിൽ ജോലി ചെയ്തതിൻ്റെ ക്യാഷ് ബാഗിൽ സൂക്ഷിക്കുക പതിവായിരുന്നു ഹഫ്സക്ക്. അന്ന് അവൾ പെട്ടെന്ന് തന്നെ ആരെങ്കിലും ക്യാഷിന് വേണ്ടിയിട്ട് എങ്ങാനും വന്നതായിരിക്കും എന്ന് കരുതിയിട്ട് അവൾ വാതിൽ തുറന്നു. അല്ലാ, ആരാണ്? എന്നാൽ സുന്ദരനായ ഒരു യുവാവ് 2 പൊതി ഇറച്ചിയുമായി വന്നിരിക്കുന്നു. ഇതെൻ്റെ ജ്യേഷ്ഠൻ്റെ കുട്ടിയുടേതാണ്, അക്കയ്ക്ക് തറുത്തതാണ്. ആ, ആയിക്കോട്ടെ. ആരാണ് എന്താണ് എന്നൊന്നും അറിയില്ല, ഇക്കാക്ക് അറിയുമായിരിക്കും. പെട്ടെന്ന് അവർ അതെടുത്ത് ഉള്ളിലേക്ക് കൊണ്ടുപോയി. അവർ അപ്പോൾ തന്നെ ഒരു വലിയ ആഡംബരക്കാർ അതുവഴി പോവുകയും ചെയ്തു. പഠിച്ചോനെ, ഇതിപ്പോൾ ഇവിടുത്തെ അയൽവാസികൾ ആരെങ്കിലൊക്കെ ആയിരിക്കും. അല്ല, എന്തായാലും 2 പൊതി ആടിൻ്റെ ഇറച്ചിയാണ് കിട്ടിയിട്ടുള്ളത്. അവിടെ തൊട്ടപ്പുറത്തുള്ള അയൽവീടുകളിലൊക്കെ കൊടുക്കുന്നുണ്ട് തോന്നുന്നുണ്ട്. അവിടേക്ക് കാർ നിർത്തുന്നു, സ്റ്റാർട്ടാക്കുന്നൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട്. എന്തൊക്കെ തന്നെയായാലും അവൾ ആ ഒരു ഇറച്ചി കവർ എടുത്ത് ഒരു ചട്ടിയിലേക്ക് ഇട്ടു. പഠിച്ചോനെ, മോൻ ഉണരുമ്പോഴേക്കും പെട്ടെന്ന് മുറിച്ചു വെക്കാം. എന്നാൽ ആ മക്കൾ ഉമ്മച്ചി ആര് വന്നത്? ഉമ്മച്ചി ശരിക്കും നോക്കിയിട്ടില്ല മോളെ. ഒരു ആണാണെന്ന് തോന്നിയപ്പോൾ ഉമ്മച്ചി തട്ടും കൊണ്ട് മുഖം മറച്ചിട്ട് ശരിക്കും അവർ മുഖത്തേക്ക് നോക്കിയിട്ടില്ല. പിന്നെ ഇവിടെ അടുത്തുള്ള ആരെങ്കിലും അയൽവാസികളായിരിക്കും എന്ന് കരുതി. ആഹാ, കുറേ ഇറച്ചി ഉണ്ടല്ലോ പഠിച്ചോനെ. എന്ന് തിന്നതാ റബ്ബേ ആടിൻ്റെ ഇറച്ചിയൊക്കെ. കൊതിയായിപ്പോൾ അന്ന് ഇവരുടെ ഉപ്പച്ചി കൊണ്ടുവന്നിരുന്നു. പഠിച്ചോനെ, വല്ലപ്പോഴൊക്കെ ഇറച്ചിയൊക്കെ വാങ്ങാറുള്ളൂ, അത് മക്കൾക്ക് വല്ലാതെ കൊതിയാകുമ്പോൾ മാത്രം. പഠിച്ചോനെ, അല്ലാ. ആ 2 പൊതി ആട്ടിറച്ചി കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ അതാ ഹഫ്സയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവളുടെ ആ ഒരു പഴയ കാലത്തെക്കുറിച്ച് ചിന്തിച്ചു. റബ്ബേ, എൻ്റെ മക്കള് പഴയ കാലം എന്നല്ല, ഒരു 2 ആഴ്ച മുമ്പ് തന്നെ ഞങ്ങളുടെ അവസ്ഥ വളരെയധികം പരിതാപകരമായിരിക്കും. പഠിച്ചോനെ, എൻ്റെ മക്കൾ ഇറച്ചിക്കറി കഴിക്കാൻ പൂതി പറഞ്ഞപ്പോൾ അന്നാണെങ്കിൽ ഇക്കാക്ക് ജോലിയില്ല, എനിക്കും ജോലിയില്ല. പ്രത്യേകിച്ച് ഈ നോമ്പിനൊന്നും അങ്ങനെയുള്ള ജോലിക്കൊന്നും വല്ലാതാരും വിളിക്കില്ലല്ലോ. റബ്ബേ, എൻ്റെ മക്കൾ ഒരു ദിവസമെങ്കിലും പത്തിരിയും ഇറച്ചിയും കഴിക്കണം ഉമ്മ എന്ന് പറഞ്ഞ് ആ ഒരു ദയനീയമായ രംഗം ഞാൻ എപ്പോഴും ഓർക്കുന്നു. അല്ലാഹുവേ റഹ്മാനെ. പക്ഷേ അവൾ അതിനെക്കുറിച്ച് ഓർത്തു. ആ ഒരു ഇറച്ചി കഷ്ണങ്ങളാക്കി മുറിച്ചിടുമ്പോൾ, അതെ, പത്തിരിയും ചെറിയൊരു കഷ്ണം ഇറച്ചി കഷ്ണവും തൻ്റെ പൊന്നു മക്കൾക്ക് നോമ്പ് തുറക്കുമ്പോൾ വിളമ്പിക്കൊടുക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് പലതവണ മനസ്സിൽ ആഗ്രഹിച്ചതാണ്. കോയമ്പത്തൂരിലെ തെരുവിലെ ആ ഒരു കൊച്ചു കുടിലിൽ അവളതോർത്തു. തൻ്റെ പ്രിയപ്പെട്ട മക്കളും ഭർത്താവും താമസിക്കും റമളാൻ മാസത്തിൽ. പക്ഷെ അവരുടെ വീട്ടിൽ സന്തോഷത്തേക്കാൾ ദാരിദ്ര്യത്തിൻ്റെ നിശബ്ദത കൂടുതലായിരുന്നു. ഹഫ്സയുടെ ഭർത്താവിന് ആ ദിവസങ്ങളിൽ ജോലിയൊന്നും കിട്ടിയിരുന്നില്ല. പല ദിവസങ്ങളിലായി വീട്ടിൽ ശരിയായ ഭക്ഷണവുമില്ല. തൻ്റെ പൊന്നുമക്കൾ നോമ്പ് നോറ്റ്, അതെ, നോമ്പ് തുറക്കാനാവുമ്പോൾ ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അല്ലാ, ഹൃദയം വിങ്ങിപ്പൊട്ടും. എന്നാൽ ആ ദിവസം വൈകുന്നേരം മക്കൾ 2 പേരും എന്നോട് ചോദിച്ച ചോദ്യം, ഉമ്മച്ചി ഇന്ന് നോമ്പ് തുറക്ക് ഇറച്ചി ഉണ്ടാവോ? ആ ചോദ്യം കേട്ടപ്പോൾ ഹഫ്സയുടെ ഹൃദയം വിങ്ങി. അവൾ മക്കളെ നോക്കി ഒരു ചെറുചിരിയോടെ മാത്രം പറഞ്ഞു, ഇൻഷാ അല്ലാ. പക്ഷെ അവളുടെ മനസ്സിൽ വേദന ഉണ്ടായിരുന്നു. കാരണം 1 രൂപ പോലും ഉണ്ടായിരുന്നില്ല. കുറച്ച് സമയം ആലോചിച്ച ശേഷം ഹഫ്സ ഒരു പാത്രം എടുത്തു. ഞാനൊന്ന് പുറത്ത് പോയി വരാം, അവൾ പതുക്കെ പറഞ്ഞു. എന്നാൽ അവൾ നടന്നു പോയത് അടുത്തുള്ള ഇറച്ചിക്കടയിലേക്കായിരുന്നു. കടയിൽ ആളുകൾ നിറഞ്ഞിരുന്നു. പുതിയ ആടിൻ്റെ ഇറച്ചി തൂക്കിക്കൊടുക്കുന്ന ശബ്ദങ്ങൾ. ഹഫ്സ പതുക്കെ കടക്കാരൻ്റെ അടുത്തേക്ക് നടന്നു. പക്ഷേ ഇതൊന്നും തൻ്റെ ഭർത്താവ് അറിയുന്നില്ല. ഭർത്താവ് ജോലി അന്വേഷിച്ച് പോയതാണ്.
അന്ന് ചിലപ്പോഴേ 2 ദിവസത്തിനുള്ളിൽ വരുകയുള്ളൂ എന്നും പറഞ്ഞിരുന്നു. സഹോദര, അവൾ മൃദുവായി പറഞ്ഞു. അല്പം ഇറച്ചി കിട്ടുമോ? കടക്കാരൻ ചോദിച്ചു. എത്ര വേണം? ഹഫ്സ മിണ്ടാതെ നിന്നു. എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസയില്ല. ഞാൻ പൈസ കിട്ടിയിട്ട് ഞാൻ അടുത്ത ആഴ്ച എൻ്റെ ഭർത്താവിന് പണി കിട്ടിയിട്ട് ഞാൻ ഉടനെ പൈസ തരാം. കടക്കാരൻ ഒന്ന് ചിരിച്ചു. അതെ ഇത്താ, ഇറച്ചിക്ക് ക്യാഷ് വേണം. കയ്യിൽ ക്യാഷ് ഉണ്ടോ? ഹഫ്സ തല താഴ്ത്തി. കടക്കാരൻ പറഞ്ഞു. അപ്പോൾ പൈസ കിട്ടിയിട്ട് ഇറച്ചി വാങ്ങി തിന്നോളൂ കേട്ടോ. ഹഫ്സയുടെ കണ്ണിൽ കണ്ണീർ നിറഞ്ഞു. അവൾ പതുക്കെ തിരിഞ്ഞു നടന്നു. അപ്പോൾ തൊട്ടടുത്തുള്ള ആ ഒരു കടയിൽ നിന്നിരുന്ന മറ്റൊരു കടക്കാരൻ അവളെ വിളിച്ചു. ഇത്താ, ഒരു മിനിറ്റ്. അവൻ അവളെ അടുത്തേക്ക് വിളിച്ചു. നിങ്ങൾക്കെന്താ ഇറച്ചി വേണോ? ഹഫ്സ എന്ത് പറയണമെന്ന് വിചാരിച്ചു. കാരണം കയ്യിൽ ക്യാഷ് ഇല്ല. കടമാണ് ചോദിച്ചത്. അടുത്ത ആഴ്ച പണി കിട്ടിയിട്ട് പൈസ കൊടുക്കാമെന്നും കരുതിയതാണ്. എൻ്റെ മക്കളുടെ ചോദ്യം കൊണ്ടാണ് റബ്ബേ ഞാൻ ഇറങ്ങിപ്പോകുന്നത്. അവൾ വിതുമ്പി. എന്നാൽ അദ്ദേഹം ഒരു ചെറിയ പൊതിയെടുത്തു. അതിൽ കുറച്ച് ഇറച്ചി കഷ്ണങ്ങളും കൂടുതൽ എല്ലും പതിരും എല്ലാം കൂടി. ഇതെടുത്തോളൂ, പൈസ ഒന്നും വേണ്ട. ഹഫ്സ അത്ഭുതത്തോടെ അദ്ദേഹത്തെ നോക്കി. ഇല്ല, ഞാൻ പൈസ തരാം, അവൾ പറഞ്ഞു. കടക്കാരൻ ചിരിച്ചു. അല്ല, അത് വേണമെന്നില്ല. അതിൽ കുറച്ച് ഇറച്ചി കഷ്ണങ്ങളുള്ളൂ, ബാക്കി എല്ലും പതിരും ലിവറും അങ്ങനെയൊക്കെയാണ്. അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, അവൾ നന്ദിയോടെ പറഞ്ഞു. അവൾ ആ പൊതി മനസ്സിൽ വലിയ സന്തോഷത്തോടു കൂടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. വീട്ടിലെത്തിയപ്പോൾ മക്കൾ ഓടിയെത്തി. ഉമ്മ, ഉമ്മച്ചി, ഇറച്ചി കൊണ്ടുവന്നോ? ഹഫ്സ ചിരിച്ചു. അതേ മക്കളെ. ആ രാത്രി അവൾ ആ നോമ്പ് തുറക്ക് വേണ്ടി അവൾ പത്തിരി ഉണ്ടാക്കി. ആ ഒരു ചെറിയ ഇറച്ചി കഷ്ണങ്ങൾ കറിയാക്കി. വളരെ ഒരു ചെറിയ കറിയാണെങ്കിലും അത് ഇറച്ചിക്കറി, അത് വല്ലാത്തൊരു രസം തന്നെയാണല്ലോ പത്തിരിക്ക്. മക്കൾ പത്തിരിയും ഇറച്ചിയും നോമ്പ് തുറന്നപ്പോൾ കഴിക്കുന്നത് കണ്ടപ്പോൾ അവർ സന്തോഷത്തോടെ പറഞ്ഞു. ഉമ്മ, ഇത് വളരെയധികം രുചിയുണ്ട് ഉമ്മ. ഹഫ്സ അവരെ നോക്കി. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീർ വന്നു. അവൾ മനസ്സിൽ ദുആ ചെയ്തു. യാ അല്ലാ, ഞങ്ങളുടെ ദാരിദ്ര്യത്തിൽ നിന്ന് ഞങ്ങളെ നീ കരകയറ്റണമേ അല്ലാ. ഞാനൊക്കെ എങ്ങനെ ജീവിക്കും? പക്ഷെ മക്കളോടത് പറയാൻ പറ്റുമോ? അവൾ പിന്നെ ചിന്തിച്ചു. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരുടെ ജീവിതം, ഫാത്തിമ റളിയല്ലാഹു അൻഹ, അവരുടെ ത്യാഗങ്ങൾ, അവരുടെ ജീവിതം എത്ര വിഷമഘട്ടത്തിലായിരുന്നു. ഹഫ്സ മനസ്സിൽ വിചാരിച്ചു. അവർ സഹിച്ചു, അവർ ക്ഷമിച്ചു. സ്വർഗം കിട്ടാൻ ക്ഷമയും ത്യാഗവും വേണ്ടേ? പഠിച്ചോനെ, എന്നാലും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സുന്ദര സ്വപ്നവുമായി കടന്നു വന്ന അവർ, അതെ, ആരായിരിക്കും എന്നിവർ ശരിക്ക് അന്വേഷിച്ചില്ല, കണ്ടെത്താൻ കഴിഞ്ഞില്ല. റബ്ബേ, അവർ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളുടെ മുമ്പിലൊന്ന് എത്തിച്ചു തന്നാൽ ഞങ്ങൾക്ക് ഒരുപാട് നന്ദി പറയാനുണ്ടായിരുന്നു. അല്ലാ, അവൾ ഇറച്ചി മുറിക്കുന്നതിനിടയിൽ ഓരോന്ന് ആലോചിച്ചു. എന്നാൽ പിറ്റേന്ന് തന്നെ എൻ്റെ മക്കൾക്ക് വേണ്ടതെല്ലാം എത്തിച്ചു തരികയായിരുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. അവൾ ഓരോന്ന് ആലോചിച്ചു. എങ്കിലും ഈ ഇറച്ചിപ്പൊതികൾ കൊണ്ടുവന്ന അവരെ ആരാണ് നിക്കിയോട് എന്തായാലും ചോദിച്ചൊന്ന് നോക്കണം. എന്തായാലും ഇക്ക വരട്ടെ. എന്നാൽ ഈ സമയമായപ്പോഴേക്കും അതാ സൗദയുടെ നിസ്കാരം കഴിഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മോളെ സൗദ. ആ ഉമ്മ. മോളെ, ഇവിടെ ആരോ ഇറച്ചി കൊണ്ടുവന്നു മോളെ. നല്ല ആടിൻ്റെ ഇറച്ചിയാണ്, 2 പൊതിയുണ്ട്. എന്തായാലും ഞാൻ മുറിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. മോനുണരുമ്പോഴേക്കേ, മോൻ ഉണർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താണെന്നോ അതൊക്കെ പിടിച്ച് വലിക്കലും ഇതാക്കലും അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ പിന്നെ ഉമ്മ, മോളെ ആരാണെന്നാവല്ലേ ഇറച്ചി കൊണ്ടുവന്നത്? എന്തൊരു അക്കീക്കത്തിൻ്റെ ഇറച്ചി പോലെയൊക്കെ തോന്നുന്നു എനിക്ക് കണ്ടിട്ട്. ഞാൻ എന്താ ഇതാ ചോദിച്ചതുമില്ല. കിട്ടിയ പാടെ ഞാൻ പിന്നെ എനിക്കറിയില്ലല്ലോ മോളെ, ഇവിടെ ആരാ ഉള്ളത് എന്താ ഒന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് പൊന്നുമോളെ ഞാൻ ചോദിച്ചതുമില്ല. എന്നാൽ അവൾ മനസ്സിൽ വിചാരിച്ചു, റബ്ബേ, എൻ്റെ കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ എന്ന് അവൾ വിചാരിച്ചു. പക്ഷേ സാരല്ല, അള്ളാഹുവിൻ്റെ വിധി. അവൾ കരഞ്ഞു. മോളൊന്നും കൊണ്ട് വിഷമിക്കേണ്ട, ഉമ്മ പറഞ്ഞു എന്ന് മാത്രം. ഉമ്മ സാരല്ല, ഉപ്പ വന്നിട്ട് ചോദിച്ചു നോക്കാം. എന്നാൽ ഈ സമയം പുത്തൻ വീട് തറവാട്ടിൽ. മോനെ, ഷാമോനെ. ആ ഉമ്മ എത്തിയേ? ഞാൻ അങ്ങനെ നോക്കിക്കേനു. അല്ല, എല്ലായിടത്തേക്കും ഇപ്പോൾ എത്തിച്ചോ? ഉമ്മ ഒരുവിധം എല്ലാ സ്ഥലത്തേക്കും എത്തിച്ചിക്കണ്. അല്ല, ഞാൻ എവിടെയും ബാക്കിയുണ്ടാ? ന്യൂസിനോട് കൊടുത്തില്ലേ? ന്യൂസിൻ്റെ അമ്മമാരുടെ അടുത്തേക്കോ? പിന്നെ സൗദൻ്റെ അടുക്കോ? ഉമ്മ എല്ലായിടത്തേക്കും കൊടുത്തു.
ഏതായാലും ഈ രണ്ടീച്ച പൊതിയെങ്കിലും കൊടുക്കാണ്ടേ നമുക്കൊരു നമ്മളെ കുടുംബങ്ങൾക്ക് ഈ രണ്ടീച്ച പൊതിയാണെങ്കിലും പിന്നെ ഇനി തേഞ്ഞിട്ട് അതൊക്കെ ഒന്നും ഇല്ലല്ലോ അല്ലേ. ഏതായാലും ആടനെ ഉണ്ടാക്കി മറ്റേ ഇപ്പം അടുത്തല്ല ഇപ്പം ബദിരീങ്ങൾ ഇറച്ചിന്തൊക്കെ കഴിഞ്ഞ് പോത്തായത്. ഏതായാലും ആടുകളായതുകൊണ്ടേ ഇടയ്ക്കൊരു റമദാനിൽ ഒരു ആട്ടിറച്ചി കറി കൂട്ടിന് തിന്നട്ടെ മനുഷ്യന്മാർ. അല്ലാ എന്നും ഇപ്പോൾ ഈ പോത്തന്നല്ലേ ഉമ്മ. അല്ല മോനജും സൗദൻ്റെ ഏത് വീട്ടിലേക്ക് കൊണ്ടു കൊടുത്തത്? ഉമ്മ അവിടെ കുറച്ച് 3-4 ചെരുപ്പൊക്കെ അങ്ങനെ കണ്ടു. ആ അവരെ ആദ്യത്തെ വീട്ടിൽ അവിടെ കൊണ്ടുകൊടുത്തു. അത് ശരി. ഇനി മറ്റോടത്തുനിന്ന് പോലും ഇങ്ങോട്ട് പോന്നിക്കണേ എന്താ ആവോ. ഏതായാലും പഠിച്ചോനെ, ഏതായാലും ആ പെമ്പറന്നോട് വല്ലാത്തൊരു പുതുമ തന്നെയാണ് ഇപ്പോൾ. സാറില്ല, അള്ളാഹു നന്നായി കൊടുക്കട്ടെ. ഏതായാലും നമ്മളെ കുട്ടി കഴിച്ചില്ലായല്ലോ, കുട്ടിക്കൊന്നുമില്ല, നമ്മളെ കയ്യിൽ കിട്ടിയല്ലോ, അതന്നെ വലിയത്. എന്നാൽ ആ കുഞ്ഞിൻ്റെ അഖീഖത്ത് അറുത്തപ്പോൾ ഐഷുമ്മ കരഞ്ഞു പോയിരുന്നു. പാവം, എൻ്റെ കുട്ടിക്ക് ഉമ്മയില്ല വാപ്പയില്ല അറിഞ്ഞ പോലെയാണ്. പഠിച്ചോനെ, ആ അമ്മിഞ്ഞപ്പാൽ കൊടുക്കുക അതിൻ്റെ തള്ളന്ന് വന്നിക്കണമെങ്കിലും വലിയൊരു കാര്യം തന്നെയാണ്. എന്നാലും ഇപ്പോൾ ന്യൂസിക്ക് ഇപ്പോൾ ക്ലാസ്സും തുടങ്ങി. ക്ലാസ്സിന് ഓൾ കുറേ ലീവ് എടുത്തിക്കണമെങ്കിൽ ഇപ്പോൾ പോക്ക് തുടങ്ങിയിരിക്കണ്. ഏതായാലും ഉമ്മാക്ക് ബുദ്ധിമുട്ടാവുമെന്ന് കരുതിയിട്ട് അവളെല്ലാം കാര്യങ്ങളും ചെയ്തു വെച്ചിട്ട് തന്നെയാണ് പോകാറൊക്കെ ഉള്ളത്. ഏതായാലും പഠിച്ചവൻ പറയും, മോളെ ഉമ്മാൻ്റെ കുട്ടി പോയിക്കോളി. അല്ല ഉമ്മ 2 കുട്ടികളെയും കൊണ്ട് എങ്ങനെ ഉമ്മ എന്നാൽ പറഞ്ഞ് സാറിനോട് വീണ്ടും പറഞ്ഞു, മോളെ പ്രാക്ടിക്കലൊക്കെ വരുമ്പോൾ എന്തായാലും വരണം കേട്ടോ. ഇങ്ങനെ ശരിയാണ്, നമുക്ക് തിയറിയായിട്ട് പഠിപ്പിക്കാനുള്ളതൊക്കെ ഇങ്ങനെ പഠിപ്പിക്കും, പക്ഷേ പ്രാക്ടിക്കലാവുമ്പോൾ അത് ചെയ്യുന്നേ വേണം കേട്ടോ. എന്തൊക്കെ തന്നെയാലും നീ നല്ല റാങ്കുകാരി ആയ സ്ഥിതിക്ക് ഞാൻ നിനക്ക് കുറച്ച് ഇളവുകളും കാര്യങ്ങളും തരുന്നുണ്ട്. ഇപ്പോഴും മെഡിക്കൽ ഫീൽഡിന് ഏറ്റവും പ്രതീക്ഷ നമ്മളെ കോളേജിൽ പഠിക്കുന്ന നിനക്ക് തന്നെയാണ് എനിക്ക്. അതുകൊണ്ട് നിനക്ക് ഇത്രമാത്രം അതിനിടയിൽ പ്രസവവും കാര്യങ്ങളൊക്കെ കഴിയുന്നുണ്ടല്ലോ മോളുടെ അല്ലേ. ചിലർ പഠിക്കുകയെന്ന് വെച്ചാൽ ആളുടെ ഫീൽഡ് മാത്രം ചിന്തിച്ചുകൊണ്ടായിരിക്കും. പക്ഷേ നിനക്ക് ഈ ഒരു പ്രഗ്നൻസി ടൈമും ഗർഭസമയവും എല്ലാം ആയിട്ടും പ്രസവമൊക്കെ ആയിട്ട് പോലും മോളെ നിനക്ക് എക്സാമിന് മാർക്ക് കാണുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുന്നു. അല്ല മോളെ, എന്ത് ടെക്നിക്കാണ് നീ മോളിതിൽ ഉപയോഗിച്ചിട്ടുള്ളത്? കാരണം ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലെങ്കിലും ജസ്റ്റ് ഓൺലൈനായി കേട്ടാൽ തന്നെ നീ കറക്റ്റായിട്ട് ആൻസർ ചെയ്യുന്നുണ്ട്. ശരിക്കും നുസൈബയുടെ ആ ഒരു സാറിൻ്റെ വാക്ക് കേൾക്കുമ്പോൾ അവൾക്ക് സന്തോഷമാണ്. അവൾക്ക് സാറേ, എൻ്റെ ഉമ്മ ഇവിടെ ഒറ്റയ്ക്കാണ്, പിന്നെ കുഞ്ഞു മക്കളും ഉണ്ട്, അപ്പോൾ എന്തായാലും പഠിച്ചാൽ മതി. പക്ഷെ പ്രാക്ടിക്കൽ നോ എക്സ്ക്യൂസ്, ഒരു എക്സ്ക്യൂസും ഇല്ല കേട്ടോ മോളെ. അത് ചെയ്ത് പഠിക്കാനുള്ളത് ചെയ്ത് തന്നെ പഠിക്കണം. അല്ലാതെ ഇങ്ങനെ ഓൺലൈൻ ക്ലാസ്സും ഇങ്ങനെ റെക്കോർഡ് ക്ലാസ്സും കേട്ടിട്ട് മോളെ കാര്യം കിട്ടൂല. അതുകൊണ്ടാണ് നീ റാങ്ക് നേടി അതേ സെയിം തുല്യം MBBSന് നല്ല റാങ്കോട് കൂടി നീ പാസ്സായി വരണ്ടേ. നല്ല ഉയർന്ന കുറഞ്ഞ മാർക്കിൽ പാസ്സായിട്ടൊന്നും കാര്യമില്ലല്ലോ മോളെ. സ്നേഹത്തോടെ സാറ് അവളെ ഉപദേശിക്കുമ്പോൾ അവൾക്ക് സന്തോഷമാണ്. എന്നാൽ ഐഷുമ്മ പറയും, മോൾ ഇനി പ്രാക്ടിക്കലിനൊക്കെ പോയിക്കോ, ഇങ്ങനെ നിന്നാൽ ശരിയാവില്ലല്ലോ മോളെ. എന്തായാലും മോൾ ഒരുങ്ങി ഇത് പഠിച്ച് ഡോക്ടറായിട്ട് ഇറങ്ങണം. അത് ഉമ്മാൻ്റെ ഒരു ആഗ്രഹമാണ്. ആരും നിന്നേലും ഉമ്മാൻ്റെ അടുത്ത്, എല്ലാവരും പോയി. അതെ, സ്നേഹിച്ചിട്ടേ ഉള്ളൂ എല്ലാവരും. ഞാൻ എൻ്റെ ഫസീലാനെ നല്ലോണം സ്നേഹിച്ചിട്ടേ ഉള്ളൂ. ഓൾക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിരുന്നു. പക്ഷേ ഓളേതായാലും പോയി, ഇപ്പോൾ ഏതായാലും തിരിച്ചു വന്നു. സൗദ ഓൾ ഞാൻ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. ഓൾക്ക് വേണ്ടതൊക്കെ ഞാൻ അങ്ങനെ ചെയ്തു കൊടുത്തിരുന്നു. ഓൾക്കുള്ള പണ്ടം ഒക്കെ ഒന്നും എടുത്തു പറയല്ല, പക്ഷേ മോളെപ്പോലെ കരുതിയിട്ടുള്ളൂ. എല്ലാവരും സൗദനെ അങ്ങനത്തോലും ഇങ്ങനത്തോല് പാവം ഇരുനിറക്കാരി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയപ്പോഴും ഞാനായിരുന്നു ഓളോട് പറഞ്ഞിട്ട്, മോളൊന്നുകൊണ്ടും വിഷമിക്കണ്ട കേട്ടോ, എൻ്റെ നവാസിനെ പറ്റിക്കണമെന്നുണ്ടെങ്കിൽ എനിക്കും പറ്റിക്കണം തന്നെ, അല്ലാതെ വേറെ നാട്ടുകാരും പറയണൊന്നും മോള് നോക്കണ്ട എന്ന് ഞാൻ അവളോട് പറയായിരുന്നു. എന്നാൽ അവൾ കരയായിരുന്നു. പക്ഷെ എന്ത് ചെയ്യുക, ആ കുട്ടിക്ക് അങ്ങനത്തെ ബുദ്ധിമോശം തോന്നി ഓളും പോയി. പഠിച്ച റബ്ബേ. എന്നാൽ ഉമ്മ കരയുന്നത് നുസൈബാക്ക് സഹിച്ചില്ല. ഉമ്മ നിങ്ങൾ കരയില്ലേ ഉമ്മ? മോളെ ഇജ്ജ് മാത്രമേ എൻ്റെ അടുത്ത് നിന്നിട്ടുള്ളൂ. എനിക്ക് എൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ ഒരു കഥ എഴുതാണ്ട്. കാരണം എൻ്റെ ഫൈസൽ എന്നെ അത്രയും കഷ്ടപ്പെടുത്തിക്കണം പല രീതിയിൽ. റബ്ബെ ഇടങ്ങാറായി പോയില്ലേനോ. ഓൻ ഏതൊരു പെമ്പറന്നോളെ കെട്ടിക്കൊടുന്നില്ലേനോ ഇങ്ങോട്ട്. എൻ്റെ റബ്ബെ ആലോചിച്ചുകൂടെ തന്നെ. ആ പെമ്പറന്നോളെ കെട്ടിക്കൊടുന്ന ഈ ഇടങ്ങാറായതൊക്കെ എനിക്കറിയാം. എൻ്റെ സാധനങ്ങളൊക്കെ ഈ മറ്റേ റൂമിലേക്കാണ് മാറ്റി. അല്ലാ, എന്നിട്ടും ഞാൻ എന്നോട് പറഞ്ഞില്ല, മോള് പോയിക്കോ, മോള് വീട്ടിലേക്ക് പോയിക്കോ, ഇവിടെ നിൽക്കാൻ കഴിയൂല. പക്ഷേ എൻ്റെ മോള് പോകാതെ ഇവിടുത്തെ ഉമ്മ, ഞാൻ നിങ്ങളെവിടെ കട്ടിൻ്റെ താഴെ ഒരു പായിട്ടിട്ടെങ്കിലും കിടന്നോളാന്ന് ഈ പറഞ്ഞതിൻ്റെ നെഞ്ചിലുണ്ട് മോളെ. പഠിച്ചോ
ഇതൊക്കെ കാണുന്നുണ്ട്. ഒരു മനസ്സിൻ്റെ വേദന പഠിച്ച ആരുടെയും മനസ്സ് വേദനിച്ചാൽ പഠിച്ച റബ്ബിനുള്ള കൊടുക്കും. അള്ളാഹു കാക്കട്ടെ. അല്ലാ റബ്ബേ. മോളെ ഉമ്മ ഇനി അതൊന്നും മോളെ ഇല്ല, ഞാൻ പറയണില്ല, പറയേണ്ട ആവശ്യം എനിക്കില്ല. പക്ഷെ പറയാനുള്ളത് പറയണല്ലോ. എൻ്റെ മോളാണ് എൻ്റെ അടുത്ത് നിന്നത്. അതെ, 2-3 മരുക്കളൊക്കെ വന്നിട്ടിപ്പോൾ എന്താ, മോള് നിന്നു. പിന്നെതാ ആ പാവം സെമീറ, ഓള് തന്നെ ഇപ്പോഴും ഓള് വന്ന വഴിയൊന്നും ഇതുവരെ മറന്നിട്ടില്ല. ഓൾക്ക് നല്ല ഇതൊക്കെ കൊടുത്തു, നല്ല ഉസ്താദിനും കിട്ടി, ഒക്കെ സന്തോഷമായി, റാഹത്തായി. റഹ്മാനെ സുഖപ്രസവം കൊടുക്ക് റഹ്മാനെ, അതൊക്കെ റാഹത്തായി. എന്തൊക്കെ തന്നെയായാലും അള്ളാഹുവിൻ്റെ കാരുണ്യം ഉണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ. നമുക്ക് എന്തുണ്ടെങ്കിലും നന്ദികേട് കാണിക്കാൻ പാടില്ല മക്കളെ, നമ്മൾ നന്ദികേട് കാണിക്കാൻ പാടില്ല. എന്നാൽ ഈ സമയം അതാ സൗദയുടെ ആ ഒരു കൊച്ചു വീട്ടിൽ സൗദ പുറത്തേക്കൊന്നും ഇറങ്ങിയില്ല. ഉപ്പ വരുന്നതും കാത്തിരിക്കുകയാണ്. ഉപ്പ വന്നിട്ട് പോകണം ഒന്ന് പുത്തൻ വീട് തറവാട്ടിലേക്ക്. ആ ഉമ്മയോടൊന്ന് മാപ്പ് ചോദിക്കണം. അതിനു വേണ്ടിയിട്ട് മാത്രം. എന്തായാലും കുഞ്ഞിനെയൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ. എന്നാൽ ഉപ്പ അതിനിടയിൽ പല സ്ഥലത്തും പോയി ഹോസ്പിറ്റലുകളിലൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ, പല ഡോക്ടർമാരോടും ഒക്കെ ഫ്രണ്ട്സുകളോടൊക്കെ ബന്ധപ്പെട്ടിട്ടൊക്കെ. പക്ഷേ അവർക്കാർക്കും ഒരെത്തും പിടിയുണ്ടായിരുന്നില്ല. ഒരു കുഞ്ഞങ്ങനെ ദിവസങ്ങളായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് എത്തും പിടിയും കിട്ടുന്നില്ലായിരുന്നു. അതൊക്കെ ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയാതെ ഇപ്പം നമുക്കൊന്നും പറയാൻ കഴിയില്ല. ഏതൊക്കെ ഹോസ്പിറ്റലിൽ അതും അറിയില്ലല്ലോ. അതിപ്പോൾ എന്ത് കരുതിയിട്ടാ. എങ്കിലും ആ പിതാവും അദ്ദേഹത്തിൻ്റെ പരിശ്രമം തുടർന്നു കൊണ്ടിരുന്നു. എന്നാൽ അന്ന് അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ പിതാവ് ആ ഒരു കൊച്ചു കുടിലിലേക്ക് വരുന്നു. മോളെ സൗദ, ഉപ്പ. ആ പനകുട്ടി ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? ഉപ്പ വരി. ഉപ്പ ആട്ടിറച്ചി കിട്ടിയിട്ടുണ്ട്. എന്നാൽ അപ്പോഴേക്കും അതാ ഹഫ്സ പറയുന്നു, ഇക്ക അങ്ങോട്ട് നോക്കി 2 പൊതി ഇറച്ചി നല്ലോണം ഉണ്ടേനും. ഇത് കുറച്ച് വരട്ടല്ലേ, കുറച്ച് കറിയും വെക്കാം. എന്തേ? ആ ഇനിയിപ്പോൾ എന്നാ നോമ്പിന് കുറച്ച് ദിവസം കുശാലായല്ലോ. ആ ഇക്ക, പിന്നെ ഫ്രിഡ്ജൊന്നും ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ചട്ടിയിൽ ഇങ്ങനെ തിളപ്പിച്ച് വെക്കാം. പണ്ടത്തെ കാലത്തൊക്കെ അങ്ങനെ തന്നെയല്ലേ ചെയ്തിൻ്റെത്. ഒരു 3-4 ചട്ടി എടുത്തിട്ട് തിളപ്പിച്ച് കുറഞ്ഞൊരു വെള്ളത്തിൽ ഇങ്ങനെ തിളപ്പിച്ച് വെക്കുക. അത് 2-3 നേരം തിളപ്പിക്കേണ്ടി വരും. എന്നാൽ ഒരു കേടും പറ്റില്ല, ടേസ്റ്റ് കൂടേ ഉള്ളൂ. അല്ല ഇതിപ്പോൾ എവിടുന്ന് ഇപ്പോൾ ഇറച്ചി കിട്ടിയത് എന്നുള്ള ചിന്തയിലായിരുന്നു ആ പിതാവും. ഇതിപ്പോൾ എവിടുന്ന്, അവിടെ പള്ളിക്കൽ അവിടെയൊക്കെ കൊടുക്കുന്ന ഒരു കാറിലൊരുത്തുമ്പോൾ ഇങ്ങനെ കൊടുക്കുന്നതായിട്ടൊരു തോന്നി എനിക്കൊരു ശരിക്കും നോക്കിയതില്ല. പിന്നെ പള്ളിയിൽ നിന്ന് ഇറങ്ങി പോരുകയും ചെയ്തു. ഇവിടെ ആരുതെങ്കിലൊക്കെ ആയിരിക്കും. എന്നാലിപ്പോൾ വലിയ മുതലാളിമാരല്ലാതെ ആടിനൊന്നും അറുത്ത് കൊടുക്കുമല്ല. പോത്തിനറക്കൽ സ്ഥിരമാണ്. പക്ഷെ ആടിനിപ്പോൾ ഈ ഒരു കണ്ട ആൾക്കാർക്കും ഇവിടുത്തെ നാട്ടുകാർക്കും വീട്ടുകാർക്കൊക്കെ എത്തിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ആടിനെ അറുത്തിട്ടും ഉണ്ടാവുമല്ലോ. അതിനിപ്പോൾ എന്താ ഏതാവോ. ഉപ്പ എന്താ മോളെ? നമുക്ക് പുത്തൻ വീട് തറവാട്ടിലേക്ക് ഒന്ന് പോവുക. ആ ഉമ്മയോട് എനിക്കൊന്ന് മാപ്പ് പറയണപ്പാ. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാ. കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒന്നും ഇങ്ങോട്ട് വിശ്രമിക്കട്ടാ. ഈ ഒരു വെയിലൊന്നും ഇങ്ങോട്ട് ആറട്ടെ. അല്പസമയം പിതാവ് അവിടെ കിടന്നപ്പോഴേക്കും മക്കൾ ഓടിയെത്തി. അത് കുഞ്ഞുമോൻ ഉപ്പയുടെ മടിയിലും ശരീരത്തിലുമായി കയറി പിടിക്കുന്നത് സൗദ ആകാംക്ഷയോടെ നോക്കിയെന്നു. റബ്ബേ അല്ലാ, ഇവനെ കാണുമ്പോൾ എനിക്ക് എന്തൊക്കെയോ തോന്നാണ്. തൻ്റെ പൊന്നുമോനെക്കുറിച്ച് അവൾ അപ്പോഴും ഓർത്തു. എൻ്റെ കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എത്ര ദിവസമായിട്ടുണ്ടാവും? കുട്ടി കമലാൻ തുടങ്ങിയിട്ടുണ്ടാവുമോ? എൻ്റെ മുഖത്ത് നോക്കി ചിരിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവുമോ? അവൾ ആ കുഞ്ഞിനെ കാണുമ്പോഴെല്ലാം അതൊക്കെ ചിന്തിക്കും. എന്നാലും ആ മക്കളെ കാണുമ്പോൾ പതുക്കെ അവൾ ആ വേദനയിൽ നിന്ന് ചില സമയങ്ങളിൽ തെന്നുമാറുന്നുണ്ടോ എന്നറിയില്ല. അള്ളാഹു അല്ല വലിയവൻ, അത് മറവി തരുമായിരിക്കും ആ മക്കളൊക്കെ കാണുമ്പോഴും അവരുടെ കൂടെ നിൽക്കുമ്പോഴും. എന്നാൽ അപ്പുറത്തെ വീട്ടിലത്തെ അവരുടെ ഉമ്മയും അവരും ആരും ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടോ ഇല്ലേ ഒന്നും അവർക്കറിയുന്നില്ല. കാരണം അവർ പുറത്തേക്ക് വല്ലാതെ ഇറങ്ങാറില്ല. ആ പിതാവ് പള്ളിയിൽ പോകും എന്നല്ലാതെ. അല്പ ദിവസത്തിനുള്ള ക്യാഷ്, അവർക്ക് കഴിയുവാനുള്ള ക്യാഷ് ഉണ്ടായത് കൊണ്ട് തന്നെ അതും വലിയൊരു സമാധാനം തന്നെയാണ്. എന്നാൽ ആ പിതാവ് വിചാരിക്കുന്നു, ഇന്ന് എന്തായാലും പുത്തൻ വീട് തറവാട്ടിലേക്ക് മോളെയും കൊണ്ടൊന്ന് പോകണം. എൻ്റെ മോൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അവരോട് മാപ്പ് പറയണം. നമ്മളെപ്പോഴും താന്നു കൊടുക്കണം. എന്ത് കരുതിയിട്ടാണ് എൻ്റെ പൊന്നുമോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്? ഒരിക്കലും പോരാൻ പാടില്ലായിരുന്നു. അത്രക്കും നല്ല മനുഷ്യന്മാരാണ് അവർ. പക്ഷെ പലർക്കും അവരെ തിരിച്ചറിയുന്നില്ല, പലർക്കും അവരെ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. എന്നാൽ ചില അഹങ്കാരികൾക്ക്, ചില വാശിക്കാർക്ക് അതൊന്നും കഴിയുന്നില്ല.
അതാണ് അതിൻ്റെ യഥാർത്ഥ സത്യം. എൻ്റെ പൊന്നുമോൾ എന്തിനു വേണ്ടിയിട്ടാണ് അവിടുന്ന് പോകുന്നത് എന്ന് എനിക്ക് തന്നെ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഒരിക്കൽ പോലും അവിടുന്ന് പോരാൻ പാടില്ലായിരുന്നു. എന്നാൽ ആ പിതാവ് മോളെ വിളിച്ചു, മോളെ സൗദ. ആ ഉപ്പ. മോളെ എന്താ വേണ്ടത്? ഉപ്പ പോവേ? ഉപ്പ പോകാം, അല്ലാതെ ഒരു പക്ഷേ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് പൊരുത്തപ്പെടിപ്പിക്കാൻ പോലും കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ പോവാം ഉപ്പ. എന്നാൽ അത് കേട്ടപ്പോൾ ഹഫ്സ പറഞ്ഞു, മക്കളെ പൊയ്ക്കോളി, നല്ല രീതിയിൽ മോള് പോയിട്ട് അവരോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് തരാനൊക്കെ പറയുന്നിട്ട് പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ മനുഷ്യന്മാരെ കാര്യമില്ലേ, ഇന്ന് കഴിഞ്ഞ് അന്ന് കഴിഞ്ഞു. നാളൊരു പക്ഷേ നമ്മളിവിടെ ഉണ്ടാവുമോ ഖബറിലാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇന്നത്തെ കഴിഞ്ഞു. അതുള്ളൂ മനുഷ്യൻ്റെ അവസ്ഥ. അതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് ചിന്തിക്കുക തന്നെ വേണം. അങ്ങനെ ചിന്തിച്ചാൽ മാത്രം തന്നെ നമുക്ക് ആഖിറത്തിനെ കുറിച്ചൊരു ചിന്ത ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആരുമായെങ്കിലും എന്തെങ്കിലും കരാറുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വല്ല പിണക്കോ കാര്യം എന്തുണ്ടെങ്കിലും ആദ്യം അവരെ പോയി അള്ളാഹുവിനോട് വെച്ചാൽ നമുക്ക് നേരിട്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്ത് പൊറുക്കലിന് തേടാം. പക്ഷേ മറ്റുള്ളവരോട് എന്തെങ്കിലും ചെയ്തൊക്കെയാണെങ്കിൽ ഒരു പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല വിചാരിക്കും അവർ തമ്മിലുള്ള ഇടപാട് തീരട്ടെ എന്നിട്ട് അല്ലേ. കാരണം അള്ളാഹുവിനോട് പറഞ്ഞ പടച്ച റബ്ബ് പുറത്തു വരും. പക്ഷേ മനുഷ്യന്മാരോട് എന്തെങ്കിലും ചെയ്തതും കാട്ടിയതും പറഞ്ഞതൊക്കെ ഉണ്ടെങ്കിൽ അത് ഒരു പക്ഷെ അവരോട് തന്നെ പൊരുത്തപ്പെടിപ്പിക്കേണ്ടി വരും. ഉമ്മ, അത് ഞങ്ങളിന്ന് പോവാണ്, ഞാനും ഉപ്പയും കൂടെ. ഉമ്മ വരുന്നോ? സ്നേഹത്തോടെ ഹഫ്സയെ വിളിക്കുമ്പോൾ ഹഫ്സക്കും കാണാൻ കൊതിയുണ്ട്. കാരണം മോളെ കല്യാണം കഴിച്ച വീട്. പക്ഷേ മോളെ ഫസ്റ്റ് നിങ്ങൾ പോയിട്ടോ, നിങ്ങൾ പോയിട്ട് എന്തൊക്കെ തന്നെയായാലും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേക്ക്. അല്ല മോളെ, മോളുടെ സ്വന്തം ഉമ്മ. അത് ഉമ്മ, അപ്പുറത്ത് കാണുന്ന ആ ഒരു വലിയ കൊട്ടാരം കണക്കെയുള്ള ആ വീടാണ് ഞങ്ങളുടെ സ്വന്തം വീട്. അതായത് അവൾക്ക് പറയാൻ കഴിഞ്ഞില്ല. മോളെ, അത്രക്കും വലിയ വീടോ? അതെ ഉമ്മ, അത് തന്നെയാണത്. മോളെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഉപ്പ ഉണ്ടാക്കിയ വീട്. പക്ഷേ പിന്നീട് അങ്ങോട്ട് മാറി എല്ലാവരും. എന്ത് ചെയ്യാം അവിടെ? പക്ഷെ സമാധാനമില്ല ഉമ്മ. ആ വീട്ടിൽ എനിക്ക് സമാധാനം കിട്ടിയിട്ടില്ല, സന്തോഷം കിട്ടിയിട്ടില്ല. ഈ ഒരു കൊച്ചുകുടിയിൽ തന്നെയാണ് അതിനേക്കാൾ സമാധാനം. മക്കളെ, സാരല്ല, പടച്ചിറപ്പ് എല്ലാം ശരിയാക്കി തരട്ടെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പോയിക്കോളി. ഇക്ക, നിങ്ങൾ എണീക്കുന്നില്ലേ? നിങ്ങളെ പോയിക്കോളി. അങ്ങനെ അത് സൗദിയുടെ പിതാവ് പോകാൻ വേണ്ടി ഒരുങ്ങുന്നു. ഞാൻ ഒന്നും കൂടി ക്ഷീണം മാറട്ടെ വിചാരിച്ചിട്ട്. അല്ലാ, ഏതായാലും പൊയ്ക്കോളി. നിങ്ങൾ നല്ല രീതിയിൽ അവരോട് പറഞ്ഞോളിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ തെറ്റ് സംഭവിച്ചു, ഇങ്ങനെ പൊരുത്തപ്പെട്ട് തരണം എന്നൊക്കെ പറഞ്ഞോളൂ കേട്ടോ. എന്തായാലും പറഞ്ഞല്ലോ, നല്ല മനസ്സുള്ള ആളുകളാണ് എന്നൊക്കെ. പിന്നെ അതുപോലെ എനിക്ക് അന്ന് നമുക്ക് സഹായങ്ങൾ നൽകിയ അവരെ ഒന്ന് പഠിച്ചോ നമ്മളെ കൺമുമ്പിൽ കാണിച്ചു തരട്ടെ. കാരണം അത്രക്കും അവർ ആ സഹായം നൽകിയത് കൊണ്ട് തന്നെ നമുക്ക് ഇതുവരെ സുഖമായി ജീവിക്കാൻ കഴിഞ്ഞല്ലോ. മറ്റേത് ജോലിയും കൂലിയും ഇല്ലാതെ റമദാൻ മാസത്തെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ അത് വളരെയധികം പരിതാപകരമായ ഒരു അവസ്ഥയാണല്ലോ. റബ്ബേ, നിങ്ങൾ എന്തായാലും അവരെ ഒന്ന് കണ്ടുപിടിക്കണം കേട്ടോ, ഇൻഷാ അല്ലാ. അങ്ങനെ അതാ സൗദിയും പിതാവും പുറപ്പെടുകയാണ്. സൗദിയുടെ മനസ്സിൽ ചെറിയൊരു ഭയവും ടെൻഷനൊക്കെ ഉണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഞാൻ അഹങ്കാരത്തോടു കൂടിയായിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അതെ, പല രീതിയിലും പലതും പറഞ്ഞിട്ടും നവാസ്കിയോട് പറഞ്ഞിട്ടും അങ്ങനെയൊക്കെ ഞാൻ സത്യമായിട്ടും എനിക്ക് നല്ല അഹങ്കാരം ഉണ്ടായിരുന്നു റബ്ബേ. കാരണം മറ്റൊന്നുമല്ല, അന്നെനിക്ക് പണമായിരുന്നു എൻ്റെ ബാങ്കിലേക്ക് എത്ര ക്യാഷ് അങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് ഗൾഫിലെ ആ ഷോപ്പിലെ വരുമാനം ഒരു വലിയ ഷോപ്പിൻ്റെത് മുഴുവനായിട്ട് എൻ്റെ പേരിലായിരുന്നു. നവാസ്ക്ക് പാവം എനിക്കെല്ലാം ചെയ്തു തന്നിരുന്നു. എന്ത് ചെയ്യുക? അവസാനമായി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, സൗദ മോളെ, നീ എന്നെ കാക്കരുതിട്ടോ, നീ പോയാൽ. അത് അവർ പറഞ്ഞ ആ ഒരു കാര്യം അന്ന് എനിക്ക് ചെവി കൊണ്ടില്ല. എന്നെ പിറ്റേന്ന് തന്നെ കൊണ്ടുവരാൻ വരും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അദ്ദേഹം വന്നില്ല. സൗദ ഓരോന്ന് വിചാരിച്ചു. റഹ്മാനെ, പഠിച്ചോനെ, ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ഞാൻ അങ്ങോട്ട് പോയിക്കോളാം. പക്ഷേ ഞാൻ അവിടെ ഒരു ജോലിക്കാരിയായെങ്കിലും തുടർന്നോളാം. കാരണം ഇനിയൊരിക്കലും ഒരു പക്ഷേ ഇവരൊക്കെ തിരിച്ചു പോയാൽ ഞാൻ എങ്ങോട്ട് പോകും റബ്ബേ എന്നുള്ള ഭയമായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. എങ്കിലും ഉമ്മയെ കണ്ട് മാപ്പ് പറയണം, വേറൊന്നുമല്ല. സൗദയുടെ മനസ്സ് വല്ലാതെ വിഷമിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും റബ്ബേ എന്നോട് ചോദിക്കും അവർ
എവിടെ നിന്റെ കുഞ്ഞ് എന്ന് ചോദിച്ചാൽ ഞാൻ എന്തുത്തരം പറയും റബ്ബേ? ഉപ്പ എനിക്ക് പേടിയാണ് ഉപ്പ വരാൻ. അതെന്താ മോളെ പെട്ടെന്ന് നീ അങ്ങനെ പറഞ്ഞത്? ഉപ്പ എനിക്ക് പേടിയാണ്, കാരണം എന്നോട് ചോദിച്ചാലോ കുഞ്ഞെവിടെയെന്ന്? അത് നമുക്ക് ഇൻഷാ അല്ലാ കണ്ടുപിടിക്കാം. അള്ളാഹുവിലേക്ക് പോയതാണെങ്കിൽ, അള്ളാഹു കൊണ്ടുപോയതാണെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ മോളെ. എന്തപ്പോൾ ചെയ്യുക? ഉപ്പ അന്വേഷിക്കായിട്ടല്ല, ഉപ്പ ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷിച്ചു, പക്ഷേ കിട്ടിയിട്ടില്ല മോളെ. എന്താ ചെയ്യുക? വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്ന സൗദ അല്പം മടിച്ചു നിന്നു. പഠിച്ചോനെ ഞാൻ എന്ത് പറയും ഐഷമ്മയോട് എന്നുള്ള രീതിയിൽ. എന്നാൽ ആ ഉപ്പ പറഞ്ഞു, മോളെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞോളാം. എന്താ ചെയ്യുക? വിധി അള്ളാഹു നമ്മുടെ കുഞ്ഞിനെ കൊണ്ടുപോയെന്ന് പറഞ്ഞോളാം, അല്ലാതെ എന്താ മോളെ ചെയ്യുക? പടച്ച റബ്ബിനോട് 5 നേരവും ഞാൻ ദുആ ചെയ്യുന്നുണ്ട്, തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യുന്നുണ്ട്. അള്ളാഹു എൻ്റെ പൊന്നു മോളുടെ കുഞ്ഞിനെ നീ തിരികെ കൊടുക്കല്ല, ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എന്ന് ഞാൻ അള്ളാഹുവിനോട് പറയാഞ്ഞിട്ടല്ല ഉപ്പ. എന്നാൽ അവർ ചോദിക്കൂലേ കുഞ്ഞിന് എന്ത് പറ്റിയെന്നുള്ളത്, അപ്പം ഞാൻ എന്ത് പറയൂ ഉപ്പ? അതന്നെ മോളെ, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ ഉപ്പ? അവർ പലതും എന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. കാരണം ഞാൻ പ്രസവിച്ചപ്പോൾ എൻ്റെ കൂടെ നിന്നിരുന്നത് സത്താറായിരുന്നു. അത് ഉമ്മാൻ്റെ പണിയാണ്, ഉമ്മ നിർത്തിയതായിരുന്നു. എന്താ ചെയ്യുക? വല്ലാത്തൊരവസ്ഥയായിരുന്നു ഉപ്പ. അതൊക്കെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഞാൻ ചെയ്തു കഴിഞ്ഞു. അതിൻ്റെ എല്ലാം ഭവിഷ്യത്ത് ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നുണ്ട് ഉപ്പ. അവർ പേടിച്ചു, അവൾക്കത് ഭയം തോന്നി. മോള് വാ, ഞാൻ പറഞ്ഞോളാം കാര്യങ്ങളൊക്കെ. സൗദിയുടെ കൈ പിടിച്ചുകൊണ്ട് പുത്തൻ വീട് തറവാട്ടിലേക്ക് അതാ ആ ഉപ്പ ഇറങ്ങുന്നു. പുത്തൻ വീട് തറവാട്ടിലെത്തുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? സൗദക്ക് ആകപ്പാടെ ടെൻഷൻ. ഒരു പക്ഷേ എന്നെ ഞാൻ അവിടുന്ന് ഇറങ്ങിപ്പോകുന്ന സ്ഥിതിക്ക് എന്നെ പുറത്താക്കിയാലോ? ഉമ്മയെ അന്ന് വീട്ടിൽ നിന്ന് ചീത്ത പറഞ്ഞ് ഇറക്കി വിട്ടതുപോലെ എന്നെ ഇറക്കി വിട്ടാലോ? അവൾ ഭയന്നു. ഉപ്പ എനിക്ക് ധൈര്യമില്ല ഉപ്പ. മോളെ ഉപ്പ പോയിക്കോളാം, മോളിവിടെ നിന്നാൽ മതി കേട്ടോ, ഉപ്പ വിളിക്കുമ്പോൾ വന്നാൽ മതി. അങ്ങനെ ആ പിതാവും സൗദയും കൂടെ പുത്തൻ വീട് തറവാട്ടിലേക്ക് പോകുന്നു. ഇൻഷാ അല്ലാ എന്തായിത്തീരും ഇതിൻ്റെ ബാക്കി? ഐഷമ്മ സ്വീകരിക്കുമോ, അതോ ഐഷമ്മ ചീത്ത പറയുമോ? കുഞ്ഞില്ലാതെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുഞ്ഞെവിടെ എന്നുള്ള ചോദ്യം ചോദിക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.